ഈ പ്രവചനത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ജാപ്പനീസ് ജനത നിലവിൽ ഭയന്ന് വിറച്ചാണ് കഴിയുന്നത്. അനേന സതീഷ് ഉണ്ട് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. അനേന, ഗുഡ് മോർണിംഗ്. വിമാനങ്ങളൊക്കെ വെട്ടിക്കുറച്ചു, ടൂറിസം ഒക്കെ പ്രതിസന്ധിയിലായി നിൽക്കുന്നുണ്ട്. ഈ എന്താണ് ജപ്പാനിലെ ഇപ്പോൾ ഇത്രയും സമയമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ജപ്പാനിൽ നിന്നും പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്താണ് ഈ മണിക്കൂറുകളിൽ? തൊക്കേറയിൽ പിന്നീട് തുടർ ചലനങ്ങളോ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. വലിയ ആശ്വാസം എന്ന് തന്നെ പറയാം. ഇന്ന് പുലർച്ചെയോടെ വലിയൊരു ദുരന്തം സംഭവിക്കുമെന്നൊരു ആശങ്കയിൽ തന്നെയായിരുന്നു ജപ്പാൻ എന്ന് പറയാം. ജപ്പാൻ മാത്രമല്ല, നമുക്കറിയാം നിരവധി മലയാളികളടക്കം ജോലി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ജപ്പാൻ. അതുകൊണ്ട് തന്നെ ലോകം വളരെ ആശങ്കയിലായിരുന്നു ഈ ഒരു തത്സുഗിയുടെ ഈ പ്രവചനത്തിന് പിന്നാലെ എന്ന് പറയാം. ഈ ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ വൻ സുനാമി ഉണ്ടാവുമെന്നൊരു പ്രവചനമായിരുന്നു തത്സുഗി നടത്തിയിരുന്നത്. ഏറ്റവും ഈ ഒരു പ്രവചനം ഏറ്റവും ആശങ്കയുണ്ടാക്കാൻ കാരണം ജപ്പാനിലെ തൊക്കാറ ദ്വീപ സമൂഹങ്ങളിൽ സേതു പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 900 ഭൂകമ്പങ്ങൾ ഉണ്ടായതായും തുടർ പ്രകമ്പനങ്ങൾ തുടരുന്നതുമായാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവചനത്തെ വലിയ ആശങ്കയോടെയാണ് നോക്കിക്കണ്ടതും. ഈ തത്സുഗിയുടെ ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകത്തിലൂടെയാണ് ഈ പ്രവചനങ്ങളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്. 2011 ഭൂകമ്പവും ഇത്തരത്തിൽ തത്സുഗി പ്രവചിച്ച ഒന്നായിരുന്നു. ആ ബുക്കിൽ പറയുന്നത് പോലെ തന്നെ അതേ ദിവസം തന്നെയാണ് ഈ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നതും. അതുപോലെ തന്നെ 1995 കോംബെ ഭൂചലനവും റിയോ തത്സുഗി ഇതേ രീതിയിൽ തന്നെ പ്രവചിച്ചിരുന്നു. ഈ തത്സുഗി കാണുന്ന സ്വപ്നങ്ങൾ ആസ്പദമാക്കിയാണ് ഇത്തരം പ്രവചനങ്ങൾ നടത്തുന്നത്. അതായത് കാണുന്ന സ്വപ്നങ്ങളൊക്കെ അമ്മ നൽകിയൊരു പുസ്തകത്തിൽ കുറിച്ചു വെക്കുന്നു. ഈ പുസ്തകം പിന്നീട് പ്രസിദ്ധീകരിക്കുന്നു. അങ്ങനെയാണ് ഈ പുസ്തകത്തിലുള്ള എനിക്ക് തോന്നുന്നു 15ഓളം സ്വപ്നങ്ങളെ പറ്റിയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അതിൽ 13-ലേറെയും സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഡയന രാജകുമാരിയുടെ മരണം, അതുപോലെ തന്നെ കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട പ്രവചനം നടത്തിയിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി കൃത്യമായൊരു റിപ്പോർട്ടിൽ അത് ശരിയാണോ എന്ന കാര്യത്തിലൊരു വ്യക്തതയില്ലായിരുന്നു. അതുപോലെ തന്നെ ശരി അനേന, അപ്പോൾ ഈ ജപ്പാനിൽ ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. കാരണം ഒരു ഞെട്ടലിലൊക്കെ ഇരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എന്താവും വരിക? കാരണം 2-3 പ്രവചനമൊക്കെ കറക്റ്റായ സ്ഥിതിക്ക് നമ്മുടെ